രൂപമുള്ള പലിശയെ അതാ ജനങ്ങൾക്ക് ഹലാലാക്കി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ചും കട്ടുപ്പാറയിൽ വെച്ചും ഈ പേരോട് മുസ്ലിയാർ നുണ തട്ടിവിട്ടിട്ടുണ്ട്. മാന്യമായി പറയട്ടെ, ചോദിക്കട്ടെ, എവിടെയാണ് മുജാഹിദുകൾ ഈ ഭയങ്കരമായ ഈ പലിശ അനുവദനീയമാക്കിക്കൊണ്ട് ബുക്കിറക്കിയത്? ആ ബുക്കൊന്ന് കാണിക്കുമോ നിങ്ങൾ? ആ ബുക്കിലെ പലിശ അനുവദിച്ചുകൊണ്ടുള്ള, പലിശയെ ഹലാലാക്കിക്കൊണ്ടുള്ള വരികളൊന്ന് വായിക്കുമോ നിങ്ങൾ? പിന്നെ ഹീലത്തുരിബയാണോ ഉദ്ദേശിക്കുന്നത്? ഹീലത്തുരിബ എന്തെന്ന് നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ തന്നെ ഓതി പഠിപ്പിക്കുന്ന ഫിഖഹിന്റെ കിതാബുകളിൽ വരെ എന്താണ് ഹീലത്തുരിബ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്കറിയാം. നിങ്ങളതടുത്ത പ്രസംഗത്തിലൊന്ന് പറഞ്ഞാൽ മതി. അത് പലിശ വാങ്ങാനുള്ള സൂത്രമാണോ അതോ പലിശയിൽ നിന്ന് മുക്തി നേടാനുള്ള സൂത്രമാണോ? ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ നമുക്ക് ഓരോന്നോരോന്ന് ഈ നാദാപുരത്ത് വെച്ച് തന്നെ നമുക്കൊന്ന് പഠിക്കണം എന്ന് പറയുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പലിശ ഇടപാട് ഏറ്റവും കൂടുതൽ നടത്തുന്ന കക്ഷികൾ ആരാണെന്ന് ഇവര് തന്നെയല്ലേ പറയുന്നത്? നിങ്ങൾ നോക്കൂ, ഇവര് തന്നെ എഴുതിവിടുന്നു. എന്ത്? വിഘടിതന്റെ വട്ടിപ്പലിശ കണ്ണികൾ മുട്ടിപ്പടി വരെ എന്നാ ഹെഡിങ് തന്നെ. എന്താ നിങ്ങൾ നോക്കണം, വിഘടിതന്റെ വട്ടിപ്പലിശ കണ്ണികൾ മുട്ടിപ്പടി വരേന്ന്. ഏതായി മുട്ടിപ്പടി? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ചൂഷണം ചെയ്യുന്ന മുട്ടിപ്പടി. മുട്ടിപ്പടിയിലെ സ്വലാത്തിന്റെ പേരിൽ എന്താ അവിടെ പറയുന്നതെന്ന് കേട്ടോളൂ. കോടിക്കണക്കിന് രൂപയുടെ വട്ടിപ്പലിശയുടെ കണക്ക് പുസ്തകത്തിൽ കാണുന്ന പേരുകളും നമ്പറുകളും സൂചിപ്പിക്കുന്നത് കോട്ടക്കൽ പഞ്ചായത്തിലെ ഠാവട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആ ചങ്ങലക്കണ്ണികൾ. ഇന്ത്യന്നൂർ, കൂരിയാട്ട്, ചാപ്പനങ്ങാടി, കോഴിക്കോട്, മാവൂർ റോഡ്, കോണോമ്പാറ, ചെമ്മാട് എന്നിങ്ങനെ വിശാലമായി കിടക്കുന്നതാണ് ഈ ശപിക്കപ്പെട്ട പലിശയുടെ കണ്ണികൾ. സുന്നത്ത് ജമാഅത്തിന്റെ വീറും വാശിയും പുറപ്പറഞ്ഞ് സുന്നി എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാവണം നിന്നന്തരംഗം എന്ന് പാടി വയലാറിനെ പോലും പിന്നിലാക്കുന്ന വിഘടിത പാളയത്തിലെ കണ്ണികളാണ് ഇതിന്റെ പിന്നിലെന്നറിയുമ്പോഴാണ് കണ്ണിയത്തെന്ന ആരിഫിന്റെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും കാഠിന്യമോ എന്ന് തോന്നിപ്പോകുന്നത്. അങ്ങനെ എത്രയാണ് സുഹൃത്തുക്കളെ? ഇന്ത്യന്നൂരിലെ വിഘടിത പള്ളിയിലെ മുദരിസ് വരെ ഈ ലയനത്താക്കപ്പെട്ട പണത്തിൽ കണ്ണികളാണെന്ന് കേൾക്കുന്നു. ഇങ്ങനെ ഒരുപാട് ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പാവം എന്നിട്ട് പറയാണ്, പലിശ തിന്നുന്നവനെയും കൊടുക്കുന്നവനെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. എന്നിട്ടും പലിശപ്പണം ഏതടിസ്ഥാനത്തിലാണ് തിന്നുന്നത്? പള്ളിയുടെയും കോളേജിന്റെയും പണം കൊണ്ട് അണ്ണാച്ചികളെപ്പോലും നാണിപ്പിക്കും വിധം വട്ടിപ്പലിശ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നവർ എന്തിനാണ് സുന്നി എന്ന് പറഞ്ഞു നടക്കുന്നത്? ഇങ്ങനെ എത്രയോ വായിക്കാനുണ്ട് സുഹൃത്തുക്കളെ. ഇവരാണ് നമ്മെ പലിശയുടെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്നത്. ഇവരാണ് എല്ലായിടത്തും പറയുന്നത് പലിശ ഹലാലാക്കാൻ വേണ്ടി ബുക്കിറക്കിയവരാണെന്ന്. തന്നെയുമല്ല, അതാ ഇവരുടെ സിറാജ് പത്രത്തിൽ അതാ പലിശയിൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം വരെ ഇളവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം കൊടുത്തിരിക്കുകയാണ്. നികുതി കുടിശ്ശിക തീർത്തടച്ചാൽ പലിശയിൽ 70% വരെ ഇളവ്. സുദീർഘമായി അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. വേണ്ടി വന്നാൽ വിശദ വിവരങ്ങൾ പിന്നാലെ.